ഹായ് ഫ്രണ്ട്സ്, ചെറിയൊരു പ്ലംബിംഗ് ട്രിക്കാണ്. നമ്മൾ ഇത്തരത്തിലുള്ള പി വി സിയുടെ ടാപ്പോ അല്ലെന്നുണ്ടെങ്കിൽ സി പി യുടെ ടാപ്പ് ഫിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പൊതുവേ ടെഫ്ലോൺ ടൈപ്പ് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ടെഫ്ലോൺ ടൈപ്പ് ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള കിറ്റ് വെച്ചിട്ട് നമുക്കിത് ഒരു ലീക്കും കാര്യങ്ങളും ഉണ്ടാവാതെ തന്നെ നമുക്കിത് ഫിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലൊന്ന് മടക്കിയെടുത്തതിന് ശേഷം കിറ്റൊന്ന് മടക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ അടിവശം ഒന്ന് കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം ആ ത്രെഡിൻ്റെ അതേ വീതിക്ക് തന്നെ ഒരു 3-4 പീസ് ഒന്ന് മുറിച്ചെടുക്കണം. അതായത് നമ്മൾ ടെഫ്ലോൺ ടൈപ്പിൻ്റെ അതേ വീതിക്ക് തന്നെ ഒരു 3-4 പീസ് ഒന്ന് മുറിച്ചെടുക്കണം. അതിനുശേഷം ഒരു 2 പീസ് എടുത്ത് നിവർത്തിയതിന് ശേഷം ഇത്തരത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് ആ ഒരു ത്രെഡിലൊന്ന് ചുറ്റി കൊടുക്കണം. ടെഫ്ലോൺ ടൈപ്പ് എങ്ങനെയാണോ ചുറ്റുന്നത് അതുപോലെ തന്നെ ടൈറ്റ് ചെയ്ത് ചുറ്റി കൊടുക്കണം. വലതുവശത്തേക്കാണ് ചുറ്റേണ്ടുന്നത്, ഇടതുവശത്തേക്കല്ല വലതുവശത്തേക്ക്. ടാപ്പ് എങ്ങോട്ടാണോ ടൈറ്റ് ചെയ്യുന്നത് അതേ വശത്തേക്ക് തന്നെയാണ് ചുറ്റി കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു 2 പീസ് ചുറ്റിയപ്പോഴേക്കും കറക്റ്റ് ആ ഒരു റെഡ്യൂസർ പോയിന്റിലേക്ക് ടൈറ്റ് ചെയ്ത് കയറുന്ന പരുവത്തിനായിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു റെഡ്യൂസർ പോയിന്റിലേക്ക് വെച്ച് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മെയിൻ്റനൻസിനൊക്കെ പോകുന്ന സമയത്തോ അല്ലെന്നുണ്ടെങ്കിൽ അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. ഒരു തരത്തിലുള്ള ലീക്കും കാര്യങ്ങളും ഉണ്ടാകത്തില്ല. 100% ഇത് സക്സസ് ആണ്. ടാപ്പ് മാക്സിമം അളവിൽ ടൈറ്റ് ചെയ്തെടുത്തതിന് ശേഷം മെയിൻ വാൽവ് ഓപ്പൺ ആക്കിയിട്ട് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന പ്ലംബിംഗ് വർക്കുകൾ ചെയ്യുന്ന സുഹൃത്തുക്കളുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. ഒരു തരത്തിലുള്ള ലീക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല. കറക്റ്റായിട്ട് തന്നെ ഇതിവിടെ ടൈറ്റ് ആയിട്ടുണ്ട്.